നെക്സ്റ്റ് പ്ലോട്ട് എ ഗ്രാഫ് y ഈക്വൽ ടു fx, 8th പ്രോഗ്രാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. പ്ലോട്ട് എ ഗ്രാഫ് y ഈക്വൽ ടു fx എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് കാണിച്ചു തരാം. പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫിൻ്റെ ഇതുണ്ട, y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിസ്, ഇത് y ആക്സിസ്. ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു fx. ഇത് -10 മുതൽ +10 വരെയുണ്ട്. ഇത് ഗ്രാഫ് വരച്ചിട്ടുണ്ട്. -10 മുതൽ +10 വരെ. അപ്പോൾ ഇതിനകത്ത് 200 പോയിൻറ്റ്സാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. 200 പോയിൻറ്റ്സ്, -10 മുതൽ +10 വരെ 200 പോയിൻറ്റ്സ്. അപ്പോൾ -10നും -9നും ഇടയ്ക്ക് 10 പോയിൻറ്റ്. ഓരോ പോയിൻറ്റിന് ഇപ്പോൾ 0 കഴിഞ്ഞാൽ അടുത്ത പോയിൻറ്റ് 0.1, 0.2, 0.3 അങ്ങനെ ഓരോ പോയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 200 പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട് -10 മുതൽ +10 വരെ. നമ്മളതിൻ്റെ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഇതുണ്ടോ, ഇമ്പോർട്ട് മാട്ട്പ്ലോട്ട് ലിബ് ഡോട്ട് പൈപ്ലോട്ട് ആസ് PLT, ഇമ്പോർട്ട് നമ്പർ ആസ് NB. പിന്നെ ഫംഗ്ഷൻ്റെ f(x) = റിട്ടേൺ എക്സ് സ്ക്വയർ ആണ് റിട്ടേൺ ചെയ്യുന്നത്. കണ്ടോ, NB ഡോട്ട് ലൈൻ സ്പേസ് -10 മുതൽ +10 വരെ 200 പോയിൻറ്റ്. അപ്പം ഓരോ 2 പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 0.1. കാൽക്കുലേറ്റ് y വാല്യൂസ് y ഈക്വൽ ടു fx. പ്ലോട്ട് ദ ഗ്രാഫ് PLT ഡോട്ട് പ്ലോട്ട് എക്സും വൈയും. ലേബൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് ലേബൽ വരേണ്ടത്. ആ ലേബൽ എന്ന് പറയുന്നത് ഇതാ, ഈ താഴെ വരുന്ന ലേബൽ y ഈക്വൽ ടു എക്സ് സ്ക്വയർ. അതാണ് ലേബൽ. ദെൻ കളർ ബ്ലൂ, ഫിഗറിൻ്റെ ഗ്രാഫിൻ്റെ കളർ ബ്ലൂ. പിന്നെ ലേബൽ എക്സ് ലേബൽ ഇതാ, PLT ഡോട്ട് എക്സ് ലേബൽ എക്സ് എന്നറിയുക, y ലേബൽ y ആക്സിൽ y എന്ന് എഴുതുക, ടൈറ്റിൽ ഗ്രാഫ് ഓഫ് y ഈക്വൽ ടു fx എന്ന് എഴുതുക. പിന്നെ ലെജൻഡ്, PLT ലെജൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ എഴുതുന്നതിനാണ് ലെജൻഡ് എന്ന് പറയുന്നത്. ഇതാണ് ലെജൻഡ്, അത് എഴുതിയിട്ടുണ്ട്. ദെൻ PLT ഡോട്ട് ഗ്രിഡ് ട്രൂ, ഇതാണ് ഗ്രിഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഗ്രാഫിൻ്റെ ഗ്രിഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങളപ്പം ഇത് ശരിക്കും ഇതിൻ്റെ കോഡ് ഓർത്തിരിക്കുക. ഇതാണ് കോഡ്. കോഡ് നിങ്ങൾ ശരിക്കും, ഇനി നമ്മൾ അങ്ങോട്ട് 3-4 പ്രോഗ്രാം ഇങ്ങനെ ഗ്രാഫ് വരയ്ക്കുന്നതായിരിക്കും. ഓക്കെ.